നമസ്തേ. 9-ാം അധ്യായം നാം കണ്ടു കഴിഞ്ഞു. അതിലവസാനം പറഞ്ഞു നിർത്തിയത്, നീ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് എന്നെ യജിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനായിട്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നീ എന്നെ തന്നെ പ്രാപിക്കും, അതിലൊരു സംശയവുമില്ല എന്നാണ് അവസാനം പറഞ്ഞ് നിർത്തിയത് 9-ാം അധ്യായം. ഇനി 10-ാം അധ്യായത്തിലേക്കാണ് നാം കിടക്കുന്നത്. 10-ാം അധ്യായം ആത്മാവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ, ഈശ്വരൻ്റെ വിഭൂതികളെക്കുറിച്ച് പറയുന്നതാണ്. വിഭൂതികൾ എന്ന് പറഞ്ഞാൽ ഭൗതിക പ്രകടനങ്ങൾ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. എങ്ങനെയാണ് ആത്മാവ് എങ്ങനെ പലതായി, വലുതായി, സ്ഥൂലമായി പ്രകടിപ്പിക്കുന്നത്, സ്വയം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഓരോന്നിനും വിഭൂതി എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള വിഭൂതികളെക്കുറിച്ച്, എന്നുവെച്ചാൽ പ്രപഞ്ചത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആത്മാവിൻ്റെ ഒരു വിഭൂതി ആണ്, വിഭൂതികളുടെ ഒരു സഞ്ചയമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ വിഭൂതികളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇത് 10-ാം അധ്യായം 42 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. വിഭൂതി യോഗം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം കൃഷ്ണൻ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ കൃഷ്ണൻ പറയുന്നു, എനിക്ക് നിന്നോട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്ക് നിൻ്റെ ശുഭത്തിന് വേണ്ടി, നിന്റെ നല്ലതിന് വേണ്ടി ഞാൻ അതെല്ലാം പറയാം. നിന്നോട് എനിക്ക് പ്രിയമുള്ളത് കൊണ്ടാണ് ഞാനതെല്ലാം പറയുന്നത്. എന്നെക്കുറിച്ച് ഈ ഋഷിമാർക്കോ ദേവന്മാർക്കോ ഒന്നും അറിയില്ല. ഞാൻ അവരെക്കാൾ ആദിയായിട്ടുള്ളവനാണ്. ഞാൻ അവർക്കും മുന്നേ ഉള്ളവനാണ്. ഞാൻ അനാദിയും അജനും ആണെന്ന് ആരറിയുന്നുവോ അവരാണ് ശരിക്ക് എന്നെ പ്രാപിക്കുന്നത്. അവരാണ് എല്ലാ മോഹങ്ങളും അകന്ന് എന്നിൽ ലയിക്കുന്നത്. ഇതാണ് അദ്ദേഹം പറയുന്നത്. യോ മാം അജമനാദിം ച വേത്തി ലോകമഹേശ്വരം, ലോകമഹേശ്വരനായി ആണെന്നും ആരാണ് അറിയുന്നത്. അസമൂഢസ മർത്തേഷു സർവപാപൈ പ്രമുച്യതേ, അവൻ മനുഷ്യരിൽ ഏറ്റവും ബുദ്ധിയുള്ളവനാണ്, അതിൻ്റെ മൂഢത നീങ്ങിയവനാണ്, വിവരം വെച്ചവനാണ് എന്നർത്ഥം. അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു. ഈ ലോകത്തുള്ള സകല ഈ ജീവികളുടെയും, എല്ലാ ജീവികളുടെയും ഭാവങ്ങൾ ഞാനാണ്. അതാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം. 4:5 10:4:5 4:10:5 എന്നീ ശ്ലോകങ്ങളിൽ പറയുകയാണ്, എല്ലാ ഭൂതങ്ങളുടെയും ഭാവങ്ങൾ ഞാനാണ്. എന്താണ് ഭാവങ്ങൾ? ദ്വന്ദ്വ ഭാവങ്ങൾ, അതായത് സുഖം, ദുഃഖം, അതുപോലെ തന്നെ യശസ്, അയശസ്, അങ്ങനെയുള്ള പല പല ഭാവങ്ങളുണ്ട്. ദ്വന്ദ്വാത്മകമാണ് എല്ലാ ഭാവങ്ങളും. ഈ ഭൗതിക ഭാവങ്ങളെല്ലാം ദ്വന്ദ്വാത്മകമാണ്. ഒരു ദുഃഖമുണ്ടെങ്കിലേ സുഖമുള്ളൂ. അങ്ങനെയുള്ള എല്ലാ ഭാവങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നിൽ നിന്ന് തന്നെയാണ്. മഹർഷിമാരും മനുക്കളും ഉണ്ടായിട്ടുള്ളത് എന്നിൽ നിന്നാണ്. മഹർഷിമാരെൻ്റെ ജാതന്മാരായിട്ടുള്ള ആളുകളാണ്. അവരെല്ലാം എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ സൃഷ്ടിയാണ് വാസത്തി ഈ ലോകം. അവരുടെ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഈ ലോകത്തെ ഈ രൂപത്തിൽ പരുവപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളങ്ങനെ പറയുമല്ലോ, ഇത് ഈ ഓഫീസ് എന്ന് പറഞ്ഞാൽ അയാളുടെ സൃഷ്ടിയാണ് എന്ന് വെച്ചാൽ അയാൾ അതെൻ്റെ എടുത്തുകൊണ്ട് വന്ന് കല്ലും മട്ടും, അത് അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. ഈ രൂപത്തിലാക്കിയിരിക്കുന്ന അയാളാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരുടെ സൃഷ്ടിയാണ്, അവരുടേതാണ് ഈ ലോകം എന്ന് പറയുന്നത്. എൻ്റെ ഈ വിഭൂതികളെക്കുറിച്ചും യോഗത്തെക്കുറിച്ചും ഒക്കെ തത്വപരമായിട്ട് മനസ്സിലാക്കുന്നവൻ തീർച്ചയായിട്ടും യോഗയുക്തനായി തീരും, അതിന് യാതൊരു സംശയവുമില്ല എന്ന്. ഞാൻ എല്ലാ ഭൂതങ്ങളുടെയും അഹം സർവസ്യ പ്രഭു മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാഹ. അത് 10:8 ശ്ലോകമാണ്. അവിടെ പറയുകയാണ്, ഞാനാണ് ഈ ലോകത്തിൻ്റെ എല്ലാം. ഇപ്പം ഇതെല്ലാം പറഞ്ഞു, വിഭൂതികളെല്ലാം ഉണ്ടായത് എന്നിൽ നിന്നാണ്. അതായത് ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നിൽ നിന്നാണ്. അവരുടെ ഭാവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നിൽ നിന്നാണ്. മഹർഷിമാരും ദേവന്മാരും എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നിൽ നിന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പറയാണ്, സർവരുടെയും പ്രഭവം ഞാനാണ്, ഉത്ഭവസ്ഥാനം ഞാനാണ്. അഹം സർവസ്യ പ്രഭവവും മത്ത സർവം പ്രവർത്തത, എന്നാലാണ് സകലതും പ്രവർത്തിക്കുന്നത്.
ഇതി മത്വ ഭജന്തേ മാം ബുധാഭാവ ബോധമുള്ളവര് ഇത് അറിഞ്ഞിട്ട് എന്നെ നിരന്തരം ഭജിക്കുന്നു. അങ്ങനെ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചിട്ടുള്ള അവർ എന്നെക്കുറിച്ച് തന്നെ പരസ്പരം പറയുന്നു, അതിൽ സന്തോഷിക്കുകയും അതിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം. ഞാൻ അവർക്ക് അങ്ങനെ ചെയ്യുന്നവർക്ക് ഞാൻ ബുദ്ധി നൽകുന്നു. ആ ബുദ്ധി ഉപയോഗിച്ച് അവരെന്നെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ എല്ലാ പാപങ്ങളെയും അവർ ആ ബുദ്ധി കൊണ്ട് നശിപ്പിക്കുന്നു. ഇതാണ് അടുത്ത് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ അർജുനനൊരു സംശയം, അർജുനനൊരു ചോദ്യം ചോദിക്കുകയാണ്. എനിക്ക് അങ്ങയുടെ ഈ വിഭൂതികളെ കുറിച്ചെല്ലാം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, എന്നോട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? നിശേഷമായിട്ട് അത് അങ്ങ് പറയുന്നത് മാത്രമല്ല, ഋഷിമാരും മറ്റുള്ളവരും എല്ലാം പറയുന്നു അങ്ങയുടെ വിഭൂതികളെ കുറിച്ച്. അങ്ങ് പരംബ്രഹ്മമാണെന്നും പവിത്രമാണെന്നും പരമമാണെന്നും പുരുഷൻ ശാശ്വതമായ പുരുഷനാണെന്നും ദിവ്യനാണെന്നും ഒക്കെ എല്ലാവരും പറയുന്നു. അങ്ങ് തന്നെ എന്നോടും പറയുന്നുണ്ട്. പിന്നെ ഋഷിമാരും നാരദരാദികളായിട്ടുള്ള ഋഷിമാർ എന്നോട് അത് പറയുന്നുണ്ട്, അങ്ങ് തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം ശരിയാണെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. സർവമേതം ഏതത് ഋതം മന്യേ എൻ മാം വദസി കേശവ. അങ്ങ് പറയുന്ന എല്ലാം സത്യമാണെന്നാണ് എൻ്റെ വിചാരം. നഹിതേ ഭഗവൻ വ്യക്തിം പിതുർദേവാച്ച ദാനവാഹ. ദാനവന്മാർക്കും അറിഞ്ഞുകൂടാ, ദേവന്മാർക്കും അറിഞ്ഞുകൂടാ അങ്ങ് ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന്, അങ്ങയുടെ സ്വഭാവം എന്താണെന്ന് അവർക്ക് കൂടി അറിഞ്ഞുകൂടാ. അപ്പൊ അവരോട് ഒന്നും ചോദിച്ച് എനിക്ക് അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങ് എന്നോട് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് തന്നെ ഈ വിഭൂതികളെ കുറിച്ച് കൂടുതലായിട്ട് എന്നോട് പറയണം. വക്തും അർഹസ്യ അശേഷേണ ദിവ്യാഹി ആത്മവിഭൂതയ. അങ്ങയുടെ വിഭൂതികളെ കുറിച്ച് അങ്ങ് തന്നെ എന്നോട് പറയണം എന്നാണ്. ഞാൻ എങ്ങനെയാണ് അങ്ങയെ അറിയേണ്ടത്, ഏത് രൂപത്തിലാണ് അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അങ്ങയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, അതെല്ലാം എന്നോട് പറയുക. കേട്ടിട്ടും എനിക്ക് മതിയാകുന്നില്ല, എല്ലാം വിസ്തരിച്ച് എന്നോട് പറയുക. അപ്പം ഭഗവാൻ പറയുന്നു, അങ്ങനെ വിസ്തരിച്ച് പറഞ്ഞാൽ അതിന് യാതൊരു അന്തവും ഉണ്ടാകത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ചുരുക്കി ഞാൻ പറയാം. വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെങ്ങും അവസാനിക്കത്തില്ല എന്നാണ് ഭഗവാൻ മറുപടി പറയുന്നത്. എന്നിട്ട് പറയാൻ തുടങ്ങിയാണ്. വിഭൂതികളെക്കുറിച്ച് ചോദിച്ച അർജുനനോട് കൃഷ്ണൻ പറയാൻ തുടങ്ങുന്നത്, ആ വിഭൂതികളെ കുറിച്ച് പറയാൻ തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ആദ്യ ശ്ലോകം തന്നെ ഇതാണ്. 10:20 ഏറ്റവും പ്രധാനപ്പെട്ട കൃഷ്ണൻ ഡിക്ലെയർ ചെയ്യാണ്. അഹമാത്മാ ഹേ ഗുഡാകേശ, അഹമാത്മാ ഗുഡാകേശ സർവഭൂത ആശയസ്ഥിത. എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയത്തിൽ കേന്ദ്രസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ആളാണ് ഞാൻ. അവരുടെ എല്ലാം കേന്ദ്രം ഞാനാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നാണ് അവരുടെയൊക്കെ ബീജം ഞാനാണ്. എന്നിൽ നിന്നാണ് അവരെല്ലാം ഉണ്ടായി വന്നത്. അതുകൊണ്ട് അവരിലെല്ലാം ഞാൻ കേന്ദ്രമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അഹമാദിശ്ച മദ്യം ച ഭൂതാനാം അന്തയേവ ച. ഈ ഭൂതങ്ങളുടെ എല്ലാം ആദിയും മധ്യവും അന്തവും ഞാനാണ്. എന്നിൽ നിന്നാണ് അവരെല്ലാം ഉണ്ടായിട്ടുള്ളത്. എന്നിൽ തന്നെയാണ് അവർ നിലനിൽക്കുന്നത്. എന്നിലേക്ക് തന്നെയാണ് അവർ അവസാനം വന്ന് ലയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കേന്ദ്രസ്ഥാനമാണെന്ന് പറയുന്നത്. അങ്ങനെ അതാണ് എൻ്റെ അവസ്ഥ. ഞാൻ ആത്മാവാകുന്നു. അപ്പൊ ആത്മാവാണ്, അത് ഒരു ഡിക്ലറേഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആത്മാവായതുകൊണ്ടാണ്. ആത്മാവാണ് ഈശ്വരൻ എന്നുള്ളതാണ് നമ്മുടെ ഭാരതീയ ആത്മീയ ദർശനത്തിലെ കണ്ടെത്തൽ. ആ കണ്ടെത്തലനുസരിച്ചാണ് എല്ലാം പറയുന്നത്. ഈ രാമായണത്തിലായാലും ഈ ഭഗവത്ഗീതയിലായാലും അത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. രാമായണത്തിൽ അധ്യാത്മരാമായണത്തിൽ രാമനെ ദൈവമായിട്ടാണ് തുഞ്ചത്തെഴുത്തച്ഛൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ രാമനെ കുറിച്ച് ആദ്യം മുതൽ തന്നെ ഇതേ കാര്യം തന്നെ പറയുകയാണ്. ആത്മാവാണ്, പരമാത്മാവാണ്, അജനാണ്, അവ്യയനാണ് എന്നൊക്കെ നിരന്തരം ഇങ്ങനെ പറയുകയാണ്. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില ശ്ലോകങ്ങൾ അതേപോലെ തന്നെ രാമായണത്തിൽ കോട്ട് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനും ആശ്രിതം പരംഭാവം അജാനന്തു മമ ഭൂതം മഹേശ്വരം. 9:11 നമ്മൾ കണ്ടതാണ്. അത് തന്നെ അതേ ശ്ലോകം തന്നെ അധ്യാത്മരാമായണത്തിൽ
മലയാളത്തിൽ എഴുത്തച്ഛൻ കൊടുത്തിട്ടുണ്ട്. എന്നെ ഈ ആള് മാനുഷനെന്നറിയുന്നവര് മൂഢത ബാധിച്ചവരാണ് എന്നാണ് പറയുന്നത്. അത് സീത എൻ്റെ സീതാരാമനെ കുറിച്ച് ഹനുമാനോട് പറയുകയാണ്. ഇത് ഉമാമഹേശ്വര സംവാദത്തിലുള്ളതാണ്. ആ സംവാദത്തിനിടയ്ക്ക് ഈ കാര്യങ്ങൾ സീത ഇതൊക്കെ വിവരിക്കുന്നതായിട്ട് പറയുമ്പോൾ ആ സീത ഈ രീതിയിലാണ് രാമനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അത് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവാണ് ഈശ്വരൻ. ഇവിടെ കൃഷ്ണനെ ഈശ്വരനായിട്ടാണ് ഭഗവത്ഗീതയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെ നേരിട്ട് പറയുന്ന അഹമാത്മാ. വേറെയും പറയുന്നുണ്ട് അജോപി സൻ അവ്യയാത്മാ എന്ന് പറഞ്ഞിട്ട് ഈ ഭൂതാനാം ഈശ്വരോപി സൻ എന്ന് 4:6 എന്നാണ് 4:6 പറയുന്നുണ്ട്. ഇനി തുടർന്ന് എന്നിട്ട് ഇത് എൻ്റെ ശരിക്കുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ്. ഇനി എൻ്റെ ഭൂതങ്ങളെ കുറിച്ച് പറയുന്നത് ആദിത്യാനാം അഹം വിഷ്ണു ജ്യോതിഷാം രവിരംശുമാൻ മരീചിർ മരുതാമസ്മി നക്ഷത്രാണാം അഹം ശശി. ആദിത്യാനാം അഹം വിഷ്ണു. ആദിത്യന്മാരിൽ വെച്ച് ഞാൻ വിഷ്ണു ആകുന്നു. ജ്യോതിസ് ഉള്ളവയിൽ വെച്ച് ഞാൻ സൂര്യനാകുന്നു. മരീചികളിൽ മരുത്തുകളിൽ വെച്ച് ഞാൻ മരീചിയാകുന്നു. നക്ഷത്രാണാം അഹം ശശി. നക്ഷത്രങ്ങളിൽ വെച്ച് ഞാൻ ശശിയാകുന്നു. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ സഞ്ചരിക്കുന്ന രാശികളുണ്ടല്ലോ, 27 രാശികളുണ്ടല്ലോ, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, അങ്ങനെയുള്ള അതിൽ വെച്ച് അതും ഓരോ നക്ഷത്രങ്ങളിലും ശശി ചന്ദ്രൻ പോകുന്നുണ്ട്. അപ്പൊ ആ നക്ഷത്രങ്ങളിൽ ശശിയാണ് ഞാൻ. അങ്ങനെ ഒരുപാട് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളെക്കുറിച്ചും ഓരോ ഇനം വസ്തുക്കളെക്കുറിച്ചും ഇനം മനുഷ്യരെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വളരെ വിശദീകരിക്കുകയാണ്. മഹർഷീണാം ഭൃഗുരഹം ഗിരാം അസ്യ ഏകമക്ഷരം എന്നുവെച്ചാൽ ഗിരാം വാക്കുകൾ വെച്ച് ഞാൻ ഓങ്കാരമാകുന്നു എന്നാണ്. യജ്ഞാനം യജ്ഞങ്ങളിൽ വെച്ച് ജപയജ്ഞമാണ് ഞാൻ. പിന്നെ വൃക്ഷങ്ങളിൽ വെച്ച് അശ്വത്ഥമാകുന്നു ഞാൻ. ഗന്ധർവന്മാരിൽ വെച്ച് ചിത്രരഥനാകുന്നു. അങ്ങനെ ഉച്ചൈസ്രവസാണ് ഞാൻ അശ്വങ്ങളിൽ വെച്ച്. പിന്നെ ആയുധാനാം അഹം വജ്രം ധേനൂനാം അസ്മി കാമധുഖ്. ആയുധങ്ങളിൽ വെച്ച് ഞാൻ വജ്രമാകുന്നു. പശുക്കളിൽ വെച്ച് ഞാൻ കാമധേനു ആകുന്നു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇത് ഒരുപാട് കാര്യം. വൃഷ്ണീനാം വാസുദേവോ അസ്മി. വൃഷ്ണികളിൽ വെച്ച് ഞാൻ വാസുദേവനാണ്. പാണ്ഡവന്മാരിൽ വെച്ച് ധനഞ്ജയനാണ്. മുനീനാം അപ്യഹം വ്യാസക. മുനിമാരിൽ വെച്ച് ഞാൻ വ്യാസനാകുന്നു. കവികളിൽ വെച്ച് ഉശനാ കവിയാകുന്നു. ഇങ്ങനെ ഒരുപാട് കൂട്ടങ്ങളെ എടുത്തിട്ട് അതിൽ മെച്ചപ്പെട്ട അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഒരു വസ്തുവിനെ എടുത്ത് അതാണ് ഞാൻ എന്ന് പറയുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ എല്ലാം ഒരു സാരാംശമായിട്ടാണ് അതിനെല്ലാം കാണുന്നത്. ഇപ്പം മുനീനാം അപ്യഹം വ്യാസക. മുനിമാരിൽ വെച്ച് വ്യാസനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിമാരുടെ ഒരു സ്വഭാവങ്ങളും ഗുണങ്ങളും എല്ലാം കേന്ദ്രീകൃതമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് വ്യാസനെ കാണുന്നത്. അതുകൊണ്ടാണ് മുനികളിൽ വെച്ച് ഞാൻ വ്യാസനാകുന്നത്. അതുപോലെ അദ്ദേഹത്തിലുള്ള കാര്യങ്ങൾ തന്നെ മറ്റുള്ളവരിലെല്ലാം കാണുന്നത്. അതുകൊണ്ടാണ് മുനീനാം അപ്യഹം വ്യാസക. യച്ചാപി സർവഭൂതാനാം ബീജം തദഹം അർജുന. സർവഭൂതങ്ങളിലും ഉള്ള ബീജം എന്താണോ അത് ഞാനാണ്. ഇപ്പൊ ചുരുക്കം പറഞ്ഞ അതാണ് സംഗതി. സർവഭൂതങ്ങളുടെയും ബീജം ഞാനാകുന്നു. അതിൻ്റെ കരു ഞാനാണ്. ന തദസ്തി വിനായത് യത് സ്യാത് മയാഭൂതം ചരാചരം. എന്നെ കൂടാതെയുള്ള ഒരു ചരാചരങ്ങളും ഈ ലോകത്ത് ഇല്ല. എന്നുവെച്ചാൽ എല്ലാവരുടെയും ബീജം ഞാനാണ് എന്നാണ് അവസാനം ഒരു കൺക്ലൂഡ് ചെയ്യാണ്. നോ അന്തോ അസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ യേഷ തു ഉദ്ദേശത
പ്രോക്തോ വിഭൂതേർ വിസ്തരോ മയാ. ഇത് ഒരു ഉദ്ദേശത്തിൽ ചില വിഭൂതികളെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ അത് ഇതിനൊന്നും അവസാനമില്ല. എൻ്റെ വിഭൂതികൾ വിസ്താരമായിട്ട് പറയാനായിട്ട് ഒരു അവസാനമില്ല. അതിൽ കുറച്ചൊക്കെ എടുത്തിട്ട് ഞാൻ നിന്നോട് പറഞ്ഞതാണ്. യദ്യത് വിഭൂതി, അത് 41-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. യദ്യത് വിഭൂതിമത്സത്വം ശ്രീമദൂർജിതമേവ വാ തത്തേവ അവഗച്ഛത്വം മമ തേജോംശ സംഭവ. അതായത് ഏതെല്ലാം വിഭൂതികൾ ഇവിടെ ഉണ്ടോ അതെല്ലാം എൻ്റെ തേജസ്സിൻ്റെ ഒരു അംശത്തിൽ നിന്നും ഉണ്ടായതാണ്. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പൊ എല്ലാത്തിലും ഞാൻ അടങ്ങിയിരിക്കുന്നു. എന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെന്ന് നേരത്തെ പറഞ്ഞു. എൻ്റെ ബീജത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എൻ്റെ ബീജവും അത് പിന്നെ പ്രകൃതിയുടെ ഭൗതിക അംശവും ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് എല്ലാ ഭൂതങ്ങളും എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് വിഭൂതി, കൃഷ്ണന്റെ വിഭൂതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാമാണ്. കൃഷ്ണൻ ഇതെല്ലാം രൂപത്തിലാണ് പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത്. അപ്പൊ എല്ലാ പ്രകൃതിയിൽ നിന്ന് അതായത് പ്രപഞ്ചമായിട്ട് കാണപ്പെടുന്നതെല്ലാം അത് ആത്മാവിന്റെ വിഭൂതികളാണ്. ഇതാണ് ഈ അധ്യായത്തിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. അഥവാ ബഹൂന ഏതേന കിം ജ്ഞാതേന തവ അർജുന. എന്തിനാണ് നീ ഇതിനെക്കുറിച്ച് എല്ലാം കേട്ടിട്ട് എന്താണ് കാര്യം? ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ഈ ലോകത്തെ മുഴുവൻ ഇങ്ങനെ വ്യാപിച്ച് ഇതിനെയൊക്കെ നിലനിർത്തിക്കൊണ്ട് വർത്തിക്കുന്ന ഒന്നാണ്. വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഈ ജഗത്തിനെല്ലാം ഞാൻ നിലനിർത്തിക്കൊണ്ട് അതിനെല്ലാം എന്നെ ഉള്ളിലാക്കിക്കൊണ്ട് അതിലെല്ലാം ഞാൻ വ്യാപിച്ചു നിൽക്കുന്നു. ഇത് കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല. ഇത് വാസത്തെ ഈ 2 ശ്ലോകങ്ങളില്ല. യദ്യത് വിഭൂതിമത്സത്വം, അത് ആ 2 ശ്ലോകങ്ങൾ, അത് 41, 42 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഈ 42 ശ്ലോകങ്ങൾ അതിൻ്റെ എല്ലാം ഒരു സംക്ഷിപ്തം എന്ന് പറയുന്നത് ഈ 2 ശ്ലോകങ്ങളാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് 10-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നത്. ആത്മാവിൻ്റെ വിഭൂതികളെ കുറിച്ചാണ്, അതായത് ഭൗതിക പ്രകടനങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ആത്മാവ് ഈ രൂപങ്ങളിലെല്ലാമാണ് ഇവിടെ പ്രകടിതമായിരിക്കുന്നത്. അപ്പൊ ആത്മാവിന്റെ തെളിവ്, അതായത് ഈശ്വരന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെയാണ് ഈശ്വരന്റെ തെളിവ്. കാരണം എന്താണ്, ഇതിന്റെ മൂലം എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്. എവിടുന്നെങ്കിലും ഒന്നും ഉണ്ടായി വന്നാലല്ലേ പറ്റൂ. അല്ലെങ്കിൽ ഇത് ഭൗതിക ശാസ്ത്രം തന്നെ പറയുന്നത് ഒരു കോശത്തിൽ നിന്ന്, ഒരു ആറ്റത്തിൽ നിന്നെല്ലാം വികസിച്ചുണ്ടായതാണെന്നാണ്. അപ്പൊ ഒരു മൂലം ഉണ്ട്, അവരും പറയുന്നുണ്ട്. ഒരെണ്ണം ഉണ്ട്, എന്നും ഈ സ്ഥിതിയിലൊന്നും അല്ല. ഇതിപ്പോ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വളർച്ച നിലച്ചിട്ട് വീണ്ടും തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് പോകും. അത് തന്നെയാണ് ഈ ഭഗവത്ഗീതയും പറയുന്നത്, ഉപനിഷത്തുകളും പറയുന്നത് അതാണ്. ഈ ഭഗവത്ഗീത പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചു വരികയും ഇങ്ങനെ പോവുകയും ചെയ്യും. അപ്പൊ അതിന്റെ ആ മൂലവസ്തു എന്താണ്? ഒരു മൂലവസ്തു ഉണ്ടാകണം. ആ മൂലവസ്തുവിന് ഒരെണ്ണത്തിന് വളരാൻ പറ്റുകയുള്ളൂ. സ്ഥിരമായിട്ടുള്ള ഒരെണ്ണം ഇല്ലെങ്കിൽ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഏത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനും കേന്ദ്രസ്ഥാനത്ത് സ്ഥിരമായിട്ടുള്ള ഒന്നുണ്ടാകും. നമ്മളൊരു വീലിനെ എടുത്താലും അതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അത് ചലിക്കുന്നില്ല. വീല് എത്ര കറങ്ങിക്കൊണ്ടിരുന്നാലും ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ആ പോയിന്റ് ചലിക്കുന്നതേ ഇല്ല. അത് സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അതിനെ ആസ്പദമാക്കിയാണ് വീല് ചലിക്കുന്നത്. നമ്മൾ അത് ഒരു കണക്കുകൊണ്ട് കണ്ടുപിടിക്കുന്നത്. 2πr ആണല്ലോ അതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. 2πr എന്ന് പറയുന്നത് 6 പൂജ്യമായി കഴിഞ്ഞാൽ എന്താണ്? 2πr എന്ന് പറയുന്നത് 0 ആകും. അപ്പൊ അവിടെ 0ആണ്. അത് ഒട്ടും സഞ്ചരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇത് മൂലസ്ഥാനമായിട്ടുള്ള ചലനങ്ങളില്ലാത്ത അചഞ്ചലമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അതിൽ നിന്നാണ് ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത്. അത് ഇങ്ങനെ നിലനിർത്തപ്പെടുന്നത് ആ കേന്ദ്രസ്ഥാനത്തിന്റെ ആശ്രയത്തിലാണ്. അതാണ് ഈ ആത്മാവെന്ന് ഭാരതീയ തത്വചിന്ത പറയുന്നത്. കാരണം ആത്മാവെന്ന് പറഞ്ഞാൽ അഭൗതികമായിട്ടുള്ള ഒരു കേന്ദ്രമാണ്, ശക്തിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഭൗതിക ഊർജം എന്ന് പറയുന്നത് 0ആണ്. മൊത്തം അളവെന്ന് പറയുന്നത് 0ആണ്. അപ്പം പിന്നെ അതിൽ നിന്നുണ്ടായി വരാൻ പറ്റത്തില്ല. അതും ആ 0 ഊർജവും ഈ കേന്ദ്ര ബിന്ദുവിൽ, കേന്ദ്ര തത്വത്തിൽ അടങ്ങിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിലേ അതിൽ നിന്ന് ഇതെല്ലാം ഉരുത്തിരിഞ്ഞ് വരികയുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ തെളിവ്. ഇപ്പൊ ഇലക്ട്രിസിറ്റിയുടെ തെളിവ് എന്താണ്? നമുക്ക് കാണാനോ കേൾക്കാനോ ഒന്നും പറ്റത്തില്ല ഇലക്ട്രിസിറ്റി.
പക്ഷെ നമുക്ക് സ്പർശിച്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കമ്പി കൂടെ പോകുന്ന കറണ്ടിന്, അല്ലെങ്കിൽ കറണ്ട് ഒരു ബൾബ് കത്തിക്കുമ്പോൾ നമുക്കറിയാം, ഓ ഇത് കറണ്ട് ഉണ്ട് എന്ന് നമുക്ക് അന്നേരം മനസ്സിലാവും. അതാണ് ബൾബാണ് അപ്പോൾ കറണ്ട് ഉള്ളതിന് തെളിവ്. അതുപോലെയാണ് ഈ പ്രപഞ്ചമാണ് ഈശ്വരൻ ഉണ്ടെന്നുള്ളതിന് തെളിവ്. ആ ഈശ്വരൻ എന്ന് പറയുന്ന അഭൗതികമായിട്ടുള്ള ഒന്നാണെന്നുള്ളതിന് തെളിവ് അത് ഭൗതിക ഊർജത്തിന്റെ അളവ് 0 ആദിയിൽ ഒരു മൂലവസ്തു എന്ന് പറയുന്നത് അഭൗതികമായിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അഭൗതികമായിട്ടുള്ള ഒരു തത്വമാണ്, ഒരു ശക്തിയാണ് ഈ പ്രപഞ്ചത്തിന്റെ മൂലം. അതിന് യാതൊരു സംശയവുമില്ല. വളരെ യുക്തിപൂർവം ചിന്തിച്ചാൽ ഈ ഒരു നിഗമനത്തിലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ വിഭൂതികൾ എന്ന് പറയുന്ന ആത്മാവിന്റെ വിഭൂതികൾ എന്ന് പറയുന്ന ആത്മാവിന്റെ ഭൗതിക പ്രകടനങ്ങളാണ് ഇതെല്ലാം. ഈ ഭൗതിക പ്രകടനമാണ് ആത്മാവിനുള്ള തെളിവ്. ആത്മാവ് ഉണ്ടെന്നുള്ളതിന് തെളിവ്. ആത്മാവ് ഈശ്വരനാണെന്നുള്ളതിന് ആത്മാവിൻ എന്ന ഈശ്വരനുള്ള തെളിവ് അതാണ്. അഭൗതികമാണ്, ഇതിൻ്റെ എല്ലാം മൂലം അതാണ്. അപ്പൊ അതാണ് ഈശ്വരൻ. അതാണ് അതിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് അതിനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അതിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ അത് മാത്രമാണ് നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്നത്. അതിൽ അടങ്ങിയിട്ടുള്ള തത്വങ്ങളാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിച്ചുകൊണ്ട് ആന്തരികമായി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി അടുത്തത് ഈ വിഭൂതികളെ കുറിച്ച്. വിഭൂതികൾ ഇപ്പം പറഞ്ഞ അനുസരിച്ച് എല്ലാം ഈ ആത്മാവിന്റെ പ്രകടനങ്ങളാണ്. അപ്പം ആത്മാവിന്റെ പ്രകടനങ്ങളായതുകൊണ്ട് ആ പ്രകടനങ്ങളെ എനിക്കൊന്ന് നേരിട്ട് കാണണം എന്ന് കൃഷ്ണനോട് അർജുനൻ അപേക്ഷിക്കുമ്പോൾ കൃഷ്ണൻ അങ്ങനെ ആ പ്രകടനങ്ങൾ, ഭൗതിക പ്രകടനങ്ങളെല്ലാം കാണിക്കുക. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് കൃഷ്ണന്റെ ശരീരമാണ്, അത് ആത്മാവിന്റെ ശരീരമാണ് ഈ പ്രപഞ്ചമെന്നാണ് നമ്മൾ സിദ്ധാന്തിച്ചിട്ടുള്ളത്. ആ പ്രപഞ്ചം ആകുന്ന ആത്മാവിന്റെ ശരീരത്തെ കൃഷ്ണന്റെ ശരീരത്തിൽ കാണാറാക്കുകയാണ് ഈ വിശ്വരൂപ ദർശനം എന്ന 11ാം അധ്യായം പറയുന്നത്. അത് നമുക്കിനി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.